ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇതാണ് ബീട്രൂട്ട്, പിന്നെ നമ്മളെ എന്നാണ് കുണ്ട് കിഴങ്ങ്, പിന്നെ കാച്ചിൽ എന്നെല്ലാം പറയുന്നത്. വയലറ്റ് കളർ അതാണ്. എന്തൊരു വയലറ്റ് കളറാണ്, സൂപ്പർ ടേസ്റ്റാണ്. ഇഷ്ടം പോലെ ഇവിടെ കിട്ടും. ഇവിടെ ഇത് ബംഗാളി മാർക്കറ്റ് എന്നാണ് പറയുക. ഇവിടെ ഇരിക്കുന്നവരെല്ലാം മിക്കവാറും പച്ചക്കറി വിൽക്കുന്നവരെല്ലാം ബംഗാളികളാണ് കേട്ടോ. ഈ ബംഗാളികളും മലയാളികളും തമ്മിൽ ഒരുപാട് ഭക്ഷണകാര്യത്തിൽ സാമ്യമുണ്ട്. നമ്മളെ നാട്ടിൽ കാച്ചിലെല്ലാം നമ്മൾ നല്ലോണം കഴിക്കൂലേ, പച്ചക്കായി, പിന്നെ ചതുരപ്പുളി ഉണ്ട് അവിടെ കണ്ട. പിന്നെ എന്നാണ് നമ്മൾ പച്ചടി ഉണ്ടാക്കുന്ന കുമ്പളങ്ങ, ബീട്രൂട്ട്, ഉരുളക്കിഴങ്ങ്. പിന്നെ അത് വിൽക്കുന്ന ഒരമ്മമ്മേനൊക്കെ ഉണ്ട്, വയസ്സായ അവരെല്ലാം ഉണ്ട്. കുറേ പ്രായമായവരെല്ലാം പഴയ കച്ചവടക്കാർ. ചക്ക ഉണ്ടാ നേരെ പകുതി മുറിച്ച് വെച്ചിട്ട് നമ്മളെ നാട്ടിലെ പോലെ ചക്കര ചുളയും കുരു അങ്ങനെയെല്ലാം ഉണ്ടാക്കുക. അതിൻ്റെ മുള്ളില്ലേ, കരുള എന്ന് പറയാൻ, മുള്ള് ചെത്തിയിട്ട് ചെറിയ പീസാക്കിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ ഇവരുണ്ടാക്കും. ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണ് ചക്ക. എല്ലാവരും മണിക്കും 365 ദിവസവും ചക്ക കിട്ടും. അത് ഇവിടുത്തെ ഭയങ്കര പ്രത്യേകതയാണ്. ഇപ്പോൾ എല്ലാ സീസണിലും ചക്ക കിട്ടും കേട്ടോ. പിന്നിലെ പച്ചക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഒരേപോലത്തെ പച്ചക്കറി തന്നെ ഉണ്ടാവുക. തണുപ്പ് കാലത്ത് പലതരം ഇലകളുണ്ടാവും. പിന്നെ ഒരു വയസ്സിലൊരു അമ്മമ്മേനൊക്കെ ഉണ്ടായതാണ്, വലിയ വട്ടയിൽ എന്നാണ് ഞണ്ട് തോട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടിരുന്ന കറുത്ത ഞണ്ടില്ലേ, അതാണ്. നല്ല ഔഷധ ഗുണമുള്ള ഞണ്ടാന്ന് പറയും. ഇത് കുഞ്ഞ് ഞണ്ട് കേട്ടോ. ഞാൻ ചോദിച്ചു എന്തിനാ ഇത്ര കുഞ്ഞ് ഞണ്ടിനെ പിടിച്ചെന്ന് ചോദിക്കുമ്പോൾ പറയാം, അതിനാണ് ആവശ്യക്കാർ കൂടുതലെന്ന്. ഇത് ജീവനില്ലതാണ്. 200 രൂപ കിലോ, ചെറുതിന് 100 രൂപ കിലോ. ഇത് 150. ഇത് സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തോട്ടിൽ നിന്നെല്ലാം പിടിക്കുന്ന ഞണ്ടിൻ്റെ അതേ ടേസ്റ്റാണ് റോസ്റ്റെല്ലാം ആക്കിയാൽ. ഇത് കണ്ട, ഇതെന്താണെന്നറിയാം, നമ്മളെ ഉന്നക്കായി ഇല്ലേ, ഉന്നക്കായി ഒരു റോസ് പൂ വിരിയല്ലേ, ഉന്നക്കായി വിരിഞ്ഞിട്ടാകുമ്പോൾ നേരെ അതിന് മുന്നേലൊരു പച്ച കളർ സാധനം ഉണ്ടാവില്ല, അത് കറി വെക്കുന്നു ഇവരെല്ലാം ആരോഗ്യത്തിൻ്റെ രഹസ്യം അതാണ്. ഈ ബംഗാളികളെ മുടി നരച്ചിട്ട് ഞാൻ അപൂർവമായിട്ടേ കാണുള്ളൂ. എല്ലാവരും പറയുന്നത് മീനെല്ലാം കൂട്ടുന്നതുകൊണ്ടാണ്, അങ്ങനെ പറയാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇലകൾ തന്നെ, പാലക്കിൻ്റെ ഇല, ഇത് എന്നാണ് ഉലുവയില, അങ്ങനെയുള്ള കുറേ തരം ഇലകളാണ് ഈ സീസണിൽ, തണുപ്പ് സീസണിൽ കിട്ടുക. പിന്നെ ബ്രോക്കോളി വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ. പിന്നെ സാധാരണ നമ്മളെ നാട്ടിൽ കാണുന്നത് തന്നെയാണ് എല്ലാം. അങ്ങനെയാണ് പച്ചക്കറികൾ. ഇത് ചെറിയൊരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല, നാടൻ മാർക്കറ്റ് എന്ന് പറയില്ല, ഇങ്ങനെ കെട്ടി ഉണ്ടാക്കിയിട്ട് ഇല്ല മാർക്കറ്റ്. ഇതൊരു ഭാഗത്താണ് കേട്ടോ, നമ്മുടെ വീട്ടിൻ്റെ വലത്ത് ഭാഗത്ത്, നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് വരുന്നൊരു മാർക്കറ്റാണ് ഇത്. പിന്നെ കുറച്ച് ഇങ്ങോട്ടേക്ക് പോയാൽ നല്ല സൊസൈറ്റി, നല്ല വീടുകളും ആളുകളും നല്ല മാർക്കറ്റ്, അങ്ങനെ ഹൈഫൈ അങ്ങനെയുണ്ട്. ഒരു ഭാഗത്താണെങ്കിൽ സാധാരണക്കാരെ മാർക്കറ്റും ഉണ്ട്. കോളിഫ്ലവറിൻ്റെയും കാബേജിൻ്റെയും ഗ്രീൻ പീസില്ലേ, മട്ടർ എന്ന് പറയും, അതിൻ്റെ എല്ലാം സീസണാണിപ്പോൾ. തക്കാളി ഇപ്പോൾ കിലോ 15 രൂപയായി. ഇനി അതിലും കുറയും, കിലോ 10 രൂപ 5 രൂപക്കെല്ലാം കിട്ടി തുടങ്ങും. അപ്പോൾ എല്ലാവരെയും കാണുന്നില്ലേ, സ്വെറ്ററും തൊപ്പിയും ജാക്കറ്റും എല്ലാം ഇട്ടിട്ടാണ് ഇവരെല്ലാം ഇത് വിൽക്കാനിരിക്കുന്നത്, തണുപ്പ് കാരണം. അങ്ങനെ അപ്പോൾ ഇന്ന് പച്ചക്കറി മേടിക്കാൻ പോയാലും സ്പീഡിലെടുത്തൊരു വീഡിയോ ആണ്. പൂക്കൾ പൂക്കളം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും സാവധാനം സ്ലോയിൽ എടുത്തിട്ട് വീഡിയോ ഇടാൻ, നല്ല വൃത്തിയിൽ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറച്ച് അത്യാവശ്യ സാധനം ഉള്ളി വാങ്ങാനുണ്ട്, അതിനപ്പോൾ അങ്ങനെ അത്യാവശ്യ സാധനം വാങ്ങാൻ വേണ്ടി പോയതാണ്. ഞാൻ പറയില്ലേ തുണി സഞ്ചിയിലാണ് വാങ്ങലെന്ന്, അപ്പോൾ തുണി സഞ്ചി എടുത്തിട്ടാണ് വാങ്ങാൻ പോയത്.